സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ഇന്നത്തെ വീഡിയോയിൽ പോത്തുകളെക്കുറിച്ചാണ് പറയാനുള്ളത്. കേരളത്തിലേക്ക് വരുന്ന പോത്തുകൾ അധികവും ആന്ധ്ര, കർണാടക, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ്. സാധാരണ ഒരു പോത്തുകുട്ടിക്ക് 12,000 മുതൽ വില വരും. നമ്മൾ പോത്തുകുട്ടികളെ തിരഞ്ഞെടുക്കുമ്പോൾ അതിലും വില കുറവിൽ ലഭിക്കുകയാണെങ്കിൽ നല്ലത് തന്നെ. കൈക്കാലുകൾ പൊക്കമുള്ളതും വലിയ വാൽ, നൈശ തൊലി, വലിയ ചെവി, പരന്ന നെറ്റി, ചെറിയ വളഞ്ഞ കൊമ്പുകൾ ഉള്ളതും ആയിരിക്കണം. വാങ്ങിക്കൊണ്ടുവന്നാൽ അന്ന് തന്നെ തീറ്റ എടുക്കണമെന്നില്ല. സാവധാനം ബേബി ഫുഡ് പോലെ കുറച്ച് കുറച്ചായി എടുത്ത് അതിന് ഏത് ഭക്ഷണത്തോടാണ് താല്പര്യം എന്ന് അറിയേണ്ടതുണ്ട്. പോത്തിൻകുട്ടിയെ കെട്ടിയിടുന്ന സ്ഥലത്ത് ചെറിയ കുഴികളിൽ വെള്ളം കെട്ടിയെന്ന് അതിൽ നിന്ന് ആദ്യമേ വെള്ളം കുടിച്ചു തുടങ്ങിയാൽ ആ പോത്തിന് അത് ശീലമാകും. പിന്നെ നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിന് രുചി തോന്നുകയില്ല. കുളമ്പ് രോഗത്തിന് കുത്തിവയ്പ്പ് എടുക്കേണ്ടതുണ്ട്. മിക്കവാറും അതെല്ലാ പോത്തുകുട്ടികൾക്കും ആദ്യം തന്നെ ചെയ്യാറുണ്ട്. നല്ല വളർച്ചയും ക്വാളിറ്റിയുമുള്ള പോത്തുകൾ ആന്ധ്ര പോത്തുകളാണ്. പിന്നെ പോത്തുകൾ നന്നായി വലുതാവണമെങ്കിൽ 10 ദിവസം ഇടവിട്ട് അടുപ്പിച്ച് 3 തവണ വിരമരുന്ന് കൊടുക്കണം. കൂടാതെ വിറ്റാമിൻ മരുന്നും കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ അധികവും പോത്തുകൾക്ക് പച്ചപ്പുല്ല് തന്നെയാണ് നല്ലത്. അത് കിട്ടാത്ത അവസരത്തിൽ വൈക്കോലും കൊടുക്കുന്നു. സാധാരണ കഞ്ഞിവെള്ളത്തിലോ പച്ചവെള്ളത്തിലോ ഗോതമ്പ് തവിട്, ചോളത്തവിട്, കൊപ്രപ്പിണ്ണാക്ക്, പരുത്തി പിണ്ണാക്ക്, ഉഴുന്ന് തവിട്, പുളിങ്കുരു എന്നിവ ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചക്കറി വേസ്റ്റ് എന്ന് വേണ്ടതെല്ലാം പോത്തിന് തിന്നാനായി കൊടുക്കാം. എപ്പോഴും പോത്തുകൾക്ക് തണുപ്പിനോട് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് കുളങ്ങളിലെല്ലാം വെള്ളത്തിലും ഇറങ്ങിക്കിടക്കുന്നത് കാണാം. പോത്ത് വളർത്തൽ ലാഭകരമായ ഒരു കാർഷിക പ്രവൃത്തി തന്നെയാണ്. അതിനെപ്പറ്റി അറിയാവുന്നവർക്ക് മാത്രമേ പോത്തിനെ വളർത്താൻ പറ്റുകയുള്ളൂ. അസുഖം വരാതെ നോക്കേണ്ടതാണ്. ചെറിയ പോത്തുകുട്ടിയെ വാങ്ങി വളർത്തി വലുതാക്കി 1 വർഷമായാൽ അതിനെ വിൽക്കുമ്പോൾ 40,000 രൂപ മുതൽ മേലോട്ട് പ്രതീക്ഷിക്കും. ഇന്ന് വീഡിയോയിൽ പറയുന്ന പോത്തുകളെല്ലാം അപ്രകാരം വളർത്തുന്നതാണ്. ഇവിടെ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു.